ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ മുഴുവൻ സുരക്ഷിതത്വം, സമാധാനം തകർത്ത് കളയുകയാണ് അവർ ചെയ്തത്. ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചാൽ ട്രംപിന്, അമേരിക്കയ്ക്ക് ചരിത്രത്തിലില്ലാത്ത ഏറ്റവും ഭയാനകമായ തിരിച്ചടിയായി അത് മാർക്ക് ചെയ്യപ്പെടും. യുദ്ധം അവസാനിക്കുന്നു എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ചേർന്ന വൈറ്റ് ഹൗസിലെ 2 മണിക്കൂർ നീണ്ട യോഗത്തിൽ ഇറാൻ അമേരിക്കയുടെ ഒരു നിർദ്ദേശങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്ന ചർച്ച വന്നു. ഈ യുദ്ധം പുനരാരംഭിച്ചാൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ഇസ്രായേലിനായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ, ഇനിയും ഞങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിർത്തികൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് ഇസ്രായേലിനോട് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തു. അത് ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. ഇത് സമാധാന നീക്കങ്ങൾ പ്രതിസന്ധിയിലാണ്. ഇറാന്റെ 12 ബില്യൺ വിട്ടു നൽകാൻ ട്രംപ് തയ്യാറാകുന്നില്ല. വൈറ്റ് ഹൗസിൽ നടന്ന 2 മണിക്കൂർ ചർച്ചയിലും യാതൊരു തരത്തിലുള്ള ഫലവും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ യുദ്ധം വീണ്ടും അശാന്തിയിലേക്കാണ്. ആ യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും? രേഷ്മ, യുദ്ധത്തിന്റെ ഭാവി എന്നതിനപ്പുറത്തേക്ക് ട്രംപിന്റെ ഭാവി എന്താണ് എന്നതിനെ കുറിച്ചാണ് ട്രംപ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, ഇടക്കാല ഹിതപരിശോധന അല്ലെങ്കിൽ സെനറ്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ട്രംപിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംശയമുള്ളവർ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ട്രംപിനെതിരെ അമേരിക്കയിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, അത് ട്രംപിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആവർത്തിക്കാത്തത്, അത് നമ്മൾ മുമ്പ് മുതലേ പറയുന്ന കാര്യമാണ്. പക്ഷേ ട്രംപ് ഇപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. അതിനെ എങ്ങനെയെങ്കിലും അതിജീവിക്കണം. പക്ഷേ ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചാൽ ട്രംപിന്, അമേരിക്കയ്ക്ക് ചരിത്രത്തിലില്ലാത്ത ഏറ്റവും ഭയാനകമായ തിരിച്ചടിയായി അത് മാർക്ക് ചെയ്യപ്പെടും എന്ന് മാത്രമല്ല, പിന്നീട് ഒരു പശ്ചിമേഷ്യൻ രാജ്യത്തോട്ടും അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലേക്കും അമേരിക്കയ്ക്ക് ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ശക്തിയാണ്, നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സായുധമായ ശക്തി കാണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് പിന്നെ ഇനി അങ്ങോട്ട് ഒരു തരത്തിലും ഗൾഫ് മേഖലയിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യം വരും. കാരണം ഇത്രയും കാലം അമേരിക്ക ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകാം, ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ, തീവ്രവാദ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ എല്ലാവരെയും ഞങ്ങൾ കാത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അറബ് രാജ്യങ്ങളിൽ 10ഓളം അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ വ്യോമ താവളങ്ങൾ വന്നത്. അവിടങ്ങളിലൊക്കെ അത്യാധുനികമായ ആയുധങ്ങളും അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ അമേരിക്ക അണിനിരത്തി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ അറബ് രാജ്യങ്ങളിൽ വന്നതിന് കാരണം അമേരിക്ക തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഭയമാണ്. നമുക്കറിയാം, പല ഗ്രൂപ്പുകൾക്ക് പിന്നിലും, പിറവിക്ക് പിന്നിലും അമേരിക്കയാണ്. സായുധ ഗ്രൂപ്പുകൾ ഗൾഫ് മേഖലയിൽ, പശ്ചിമേഷ്യൻ മേഖലയിലെ പല സായുധ ഗ്രൂപ്പുകളും അമേരിക്ക തന്നെ ഉണ്ടാക്കുന്നു. അറബ് രാജ്യങ്ങളെ അമേരിക്ക തന്നെ തമ്മിലടിപ്പിക്കുന്നു. ചരിത്രമാണ് പറയുന്നത്. എന്നിട്ട് അവിടെ രക്ഷകന്റെ റോളിൽ അമേരിക്ക അവതരിക്കുന്നു. എന്നിട്ട് ഓരോ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കാലാകാലങ്ങളായി അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് എന്ന് പൊതുവിൽ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടി ഇറാനെ പ്രകോപിപ്പിച്ച് പശ്ചിമേഷ്യയെ വലിയ ഭീതിയിലേക്ക് തള്ളിവിട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ, അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അതിനുശേഷം അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മോഷ്ടിക്കുന്നു, വെനസ്വലയിലെ എണ്ണ മോഷ്ടിച്ചതുപോലെ. അതുപോലെ തന്നെ ഇറാന്റെ എത്രയും വലിയ എണ്ണപ്പാടങ്ങൾ, ലോകത്തിലെ തന്നെ 2ാമത്തെ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാന്റെ അത്രയും വലിയ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നു. അതോടൊപ്പം ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തും, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തും. ആ സമയത്ത് ഗൾഫ് രാജ്യങ്ങളുടെ രക്ഷകനായിക്കൊണ്ട് അമേരിക്ക അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ കൂടെ നിർത്തുന്നു, ഞങ്ങളില്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന രീതിയിലുള്ള പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നു. അതോടൊപ്പം വലിയ തോതിൽ ആയുധ വ്യാപാരവും നടത്തുന്നു. അങ്ങനെ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ സകല മേഖലകളിലും ഓടി നടന്ന് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പൊതുവിലുള്ള ഒരു ലൈൻ. അത് ബിസിനസ് താല്പര്യമാണ്, വ്യവസായമായിട്ടുള്ള താല്പര്യം, സാമ്പത്തികമായിട്ടുള്ള താല്പര്യം, അതുപോലെ തന്നെ
ഈ വിഷയത്തിലാണെങ്കിൽ ഇസ്രായേലിനോടുള്ള ഒരു അമിത താല്പര്യം, ഇതാണ് ഇറാനോടുള്ള ആക്രമണത്തിന് പിന്നിൽ, യുദ്ധത്തിന് പിന്നിൽ. അല്ലാതെ പശ്ചിമേഷ്യയ്ക്ക് ഒരു നേട്ടവുമില്ല, ലോകത്തിനൊരു നേട്ടവുമില്ല. ഇറാനെ ഈ വിധത്തിൽ ആക്രമിച്ചതുകൊണ്ട് അമേരിക്കയ്ക്കും കാര്യമായിട്ടൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന് നേട്ടം ഉണ്ടാകുമെന്നാണ് കരുതിയത്, അത് പക്ഷെ 10 മടങ്ങ് വിപരീതമായി തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ട്രംപ് എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞത് മുഴുവൻ ഇറാൻ അംഗീകരിച്ചു, അതുകൊണ്ട് ഞാൻ യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ കരാറിൽ ഒപ്പിട്ടിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തിടുക്കപ്പെട്ടൊരു ശ്രമമാണ് ഇന്നലെ രാത്രി ശരിക്കും നടത്തിയത്. ഒറ്റ മാധ്യമവും ട്രംപിൻ്റെ ഈ കള്ളത്തരം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല. ഇന്നലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് എന്താണ്? പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, വിശാല ഹൃദയനായ ആശാൻ, അതായത് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുകയാണ് ട്രംപ് പറയുകയാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. അതായത് ഞാൻ ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്, ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ്, യുദ്ധം അവസാനിക്കുന്നു എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ചേർന്ന വൈറ്റ് ഹൗസിലെ 2 മണിക്കൂർ നീണ്ട യോഗത്തിൽ ഇറാൻ അമേരിക്കയുടെ ഒരു നിർദ്ദേശങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്ന ചർച്ച വന്നു. ഇറാൻ അതേസമയം ഇറാന്റെ വിദേശകാര്യ വക്താവ് അടക്കമുള്ളവർ ഉറപ്പിച്ചു പറഞ്ഞു, ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അമേരിക്ക പറയുന്ന ഒരു കാര്യവും അംഗീകരിച്ചിട്ടില്ല, ഹോർമുസ് കടലെടുക്കൊന്നും തുറക്കാൻ പോകുന്നില്ല, അത് ഞങ്ങളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും എന്ന് വിളിച്ചു പറഞ്ഞതോടെ ട്രംപിൻ്റെ കള്ളത്തരമാണ് പൊളിഞ്ഞു പോയത്. ഇതോടുകൂടി ട്രംപിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു വിജയം പ്രഖ്യാപിച്ച് യുദ്ധത്തിൽ നിന്ന് ഊരിപ്പോരാനുള്ള സകല സാധ്യതകളും ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇത് പറഞ്ഞതുപോലെ തന്നെ, അതായത് ട്രംപ് ഈ ഒരു സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാൻ ഒരുങ്ങുമ്പോൾ ഒരിക്കലും അതിനെ സമ്മതിക്കാതിരിക്കുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ ഇതിനിടയ്ക്ക് പറഞ്ഞ് ഞങ്ങൾ ഇറാനെ ഇപ്പോൾ തീർക്കും, ഇറാനെ ഞങ്ങൾ മൊത്തത്തിൽ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ നെതന്യാഹുവിനെ കാണാനില്ല. നെതന്യാഹുവിൻ്റെ ഈ നിലപാടുകളിൽ ഇപ്പോൾ പാളി പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇറാനിലേക്ക് യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്താതിരിക്കുകയാണ്. ഒരുപക്ഷെ ഭയമാണോ ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡ്? ഇസ്രായേലിനെ സംബന്ധിച്ച് തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ് ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പലരും ഇസ്രായേലിലുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങൾ അടക്കമുള്ളവർ ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ ഡാൻസ് കളിക്കുകയാണ്, നൃത്തം ചെയ്യുകയാണെന്നൊക്കെ പറയും. പക്ഷേ നിരന്തരമായ യുദ്ധം ഇസ്രായേലിനുണ്ടായിട്ടുള്ള സാമ്പത്തികമായ പ്രതിസന്ധി അത് അതീവ ഗുരുതരമാണ് എന്ന് അവിടെ നിന്ന് തന്നെ പല മാധ്യമങ്ങളും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. എന്ന് മാത്രമല്ല, ഈ യുദ്ധം നടക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിന് ഇപ്പോൾ വലിയ സമാധാനമുള്ളത്. ഈ യുദ്ധം പുനരാരംഭിച്ചാൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ഇസ്രായേലിനായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ, ഇനിയും ഞങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിർത്തികൾ ഭേദിച്ചുകൊണ്ടുള്ളൊരു വലിയ ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് ഇസ്രായേലിനോട് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തു. അത് ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ പണി കിട്ടാൻ പോകുന്നത് ഇസ്രായേലിനായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനപരമായി ഉറങ്ങാൻ കഴിയണം, അതിനു വേണ്ടിയാണ് ഇറാനെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. 2, ഇറാന്റെ ആയുധ ശേഖരങ്ങൾ പരിപൂർണമായി തകർക്കുന്നതിലൂടെ ഞങ്ങൾക്ക് സമാധാനമാണ്, ഞങ്ങൾക്ക് നേരെയുള്ള ഒരു വലിയ ഭീഷണി ഇല്ലാതാവുകയാണ് എന്നാണ് നെതന്യാഹു പിന്നീട് പറഞ്ഞത്. പക്ഷേ ഈ 2 കാര്യങ്ങളും നടന്നിട്ടില്ല. ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത് ഈ യുദ്ധം കൊണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇറാന്റെ ആയുധശേഷി പരിപൂർണമായി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെന്ന് US ഇന്റലിജൻസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ യുദ്ധം എന്തിനാണോ തുടങ്ങിയത് ആ യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. റെജിം ചേഞ്ച് എന്നുള്ളത് നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇറാനെ തങ്ങളുടെ കാലുപിടിപ്പിച്ച് എങ്ങനെയെങ്കിലും പിന്മാറ്റാനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടുമില്ല. ഇതിൻ്റെ അർത്ഥം ഇറാന്റെ കരുത്ത് വർദ്ധിക്കുകയാണെന്നുള്ളതാണ്. കാരണം ലോകശക്തി എന്ന് പറയുന്ന അമേരിക്ക കഴിഞ്ഞ 3 മാസമായി തലകുത്തി മറിഞ്ഞിട്ട് ഇന്നലെ വൈറ്റ് ഹൗസിൽ നിരന്തരമായി അന്തിമ ചർച്ചകൾ നടത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടും അവർക്കത് നടത്താൻ കഴിയുന്നില്ല. കാരണം യുദ്ധം തുടങ്ങി വെച്ചു, പക്ഷേ അത് അവസാനിപ്പിക്കാൻ ട്രംപ് നെട്ടോട്ടം ഓടുകയാണ്. ഈ അവസ്ഥയിൽ ഇസ്രായേലിന് എന്ത് ചെയ്യാൻ കഴിയും? ഇസ്രായേൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ അതിശക്തമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇറാന്റെ ഈ കഴിഞ്ഞ വെടിനിർത്തൽ തുടരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ ഇറാൻ അവരുടെ ആയുധശേഷി വർദ്ധിപ്പിക്കുകയായിരുന്നു എന്നാണ് പുതുതായി വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. അതായത് അവരുടെ മിസൈലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ 6 തരത്തിലുള്ള മിസൈലുകൾ ഇറാൻ പുതുതായിട്ടുണ്ടാക്കുന്നു. അത് എവിടെ വെച്ച് വേണമെങ്കിലും വിക്ഷേപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ലോഞ്ചിങ് പാഡുകൾ, മൊബൈൽ ലോഞ്ചിങ് പാഡുകൾ ഇറാൻ നിരന്തരമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് പഴയതുപോലെ വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ വാഹനങ്ങളിൽ വെച്ച് തന്നെ
മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ലോങ് ഡിസ്റ്റൻസ് മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അപ്പം അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇനി ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ വലിയ തിരിച്ചടി ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി യുദ്ധത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പോലും അമേരിക്ക ഇറാനോട് എങ്ങനെയെങ്കിലും സമരസപ്പെട്ടുകൊണ്ട് ഇറാനുമായി കൈകോർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം പരിഹരിച്ച് തലയൂരാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിലേക്ക് ഞങ്ങളിതാ യുദ്ധം ചെയ്യാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അടിമേടിച്ചുകൊണ്ട് പോവുകയുള്ളൂ. അതായത് അമേരിക്ക ഒരിക്കലും ഇസ്രായേലിനെ അതിനെ അനുവദിക്കില്ല. അപ്പം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ. ഓക്കെ, അമേരിക്ക ഇപ്പൊ ഈ ഒരു കരാറിൽ നിന്ന് പിന്മാറിയിട്ട് വീണ്ടും അടുത്തൊരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്തൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും നിർണായകമാകുന്നത് കുവൈത്തും സൗദി അറേബ്യ പോലുള്ള ഗൾഫ് മേഖലയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷെ പലതവണ ഈ ട്രംപ് ഈ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ സമാധാന കരാറിൽ ഒപ്പിടും എന്നൊക്കെ പല തവണകളായി പറയുന്നുണ്ട്. അവസാന മിനിറ്റുകളിൽ അല്ലെങ്കിൽ ചില മണിക്കൂറുകളിൽ എടുക്കുന്ന ചർച്ചകളിലൊക്കെ പിന്നീട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അത്തരം നീക്കങ്ങളിലേക്ക് ഇല്ല എന്നതാണ്. അത് വീണ്ടും ഈ പശ്ചിമേഷ്യ വല്ലാതെ ആശങ്കയിലാക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഈ പശ്ചിമേഷ്യ നേരിടുന്ന ഈ ദുരന്തം നമ്മൾ ഉൾപ്പെടെ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിലക്കയറ്റം വരുന്നു, ഇന്ധനവില വർദ്ധിക്കുന്നു, ഇനി ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം 100-200ഓളം കപ്പലുകൾ കിടക്കാണ് ഹോർമുസിൽ 2-3 മാസമായി. ഈ കപ്പലുകളുടെ ചരക്കുകൾ കൃത്യമായി എത്താതിരുന്നാൽ വ്യാവസായിക മേഖല പോലും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഉൽപ്പാദനക്ഷമത, വലിയ കമ്പനികളുടെ, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പാദനക്ഷമതയിൽ ഗണ്യമായ കുറവുണ്ടാകും. അവർക്ക് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും. അത് സമസ്ത മേഖലകളിലും പ്രതിഫലിക്കും. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിട്ടത് അമേരിക്കയും ഇസ്രായേലും മാത്രമാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ മുഴുവൻ സുരക്ഷിതത്വം, സമാധാനം തകർത്ത് കളയുകയാണ് അവർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും യുദ്ധത്തിന് അമേരിക്കയും ഇസ്രായേലും ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് കിട്ടുന്ന തിരിച്ചടി, ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന തിരിച്ചടി മാത്രമല്ല, അവർക്കൊപ്പമുള്ള രാജ്യങ്ങൾ പോലും അവരെ കൈവിടുന്ന സാഹചര്യം വരും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും. കാരണം ഇറാൻ പണ്ട് മുതലേ ഗൾഫ് രാജ്യങ്ങളോട് നിരന്തരമായി പറയുന്നുണ്ട് അമേരിക്കയെ കുട്ടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന്. അമേരിക്ക പശ്ചിമേഷ്യയെ തകർക്കുന്ന വിധത്തിൽ നിരവധി നിലപാടുകൾ ചരിത്രപരമായിട്ട് കാലങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് ചങ്ങാത്തം തുടരുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞതാണ് ശരി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കാരണം ഇത്രയും കാലം അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമായിരുന്ന ഒമാനെ പോലും ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചത്. അതിനുള്ള കാരണം ഹോർമുസ് കടലിടുക്കിന്റെ വടക്ക് ഭാഗം ഒമാനും അതുപോലെ തന്നെ UAE അവരുടെ തീരങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖല, ഈ പറയുന്ന ഒമാനും UAEയും ചേരുന്ന വടക്കൻ മേഖല, അവർ ഇറാനോടൊപ്പം നിന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ, ഈ 3 രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് ഭയാനകമായ തിരിച്ചടികൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ അവർക്ക്, ആ രാജ്യങ്ങൾക്ക് കൂടുതൽ ടോള് ഇനത്തിൽ തുക നൽകേണ്ടി വരും. തങ്ങളുടെ അധീശത്വം, തങ്ങളുടെ ഗ്രിപ്പ് ഹോർമുസ് കടലിടുക്കിലും ഗൾഫ് മേഖലയിലും നഷ്ടപ്പെടും എന്ന കൃത്യമായ ഭയം ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭയപ്പെടുത്തി ട്രംപ് ഒമാനെ നിലയ്ക്ക് നിർത്താനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയൊരു വലിയ തിരിച്ചറിവുണ്ട്. പണ്ട് ഇറാൻ പറയുമായിരുന്നു, പലസ്തീൻ ആക്രമണ സമയത്ത് പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഇന്ന് നമ്മൾ പലസ്തീനെ ആക്രമിക്കാൻ വിട്ടുകൊടുത്താൽ, അതായത് അമേരിക്കയും ഇസ്രായേലും പലസ്തീനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ നാളെ ഏത് ഗൾഫ് രാജ്യത്തിന് നേരെയും അമേരിക്ക ആക്രമണം നടത്തും. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും. സൗദിയോ കുവൈറ്റോ ഖത്തറോ ഏത് രാജ്യവും ആക്രമിക്കപ്പെടാം എന്ന് അന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം നടപ്പാവുന്നത്. ഇറാന് നേരെ ഏകപക്ഷീയമായ ഒരു ആക്രമണം അമേരിക്ക നടത്തി. ഒമാനെ ഭീഷണിപ്പെടുത്തുന്നു. ഹോർമുസ് കടലിടുക്കിന് ട്രംപിന്റെ പേരിടുമെന്നും ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയോട് ചങ്ങാത്തം കൂടുന്നവരെ ഒന്നും അമേരിക്ക ആ രീതിയിൽ സൗഹൃദത്തിൽ കൊണ്ടുപോകാറില്ല. പണി ചിലപ്പോൾ കൊണ്ടു നടക്കുന്ന കൂടെ പണി കൊടുക്കും എന്ന നിലയിലേക്ക് ഇറാൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ അമ്പേ പരാജയപ്പെടുകയാണ്. കൃത്രിമ വിജയം പ്രദർശിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുവെന്നാണ് ഇറാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അതായത് ഞങ്ങൾ വിജയിച്ചേ എന്ന രീതിയിൽ ഒരു വ്യാജമായ കഥയുണ്ടാക്കിയിട്ട് ഇറാൻ ഞങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിട്ട് പിന്മാറാനാണ് ട്രംപിൻ്റെ ശ്രമം. പക്ഷേ ഇറാൻ പറയുന്നു, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങൾക്ക് ടോള് തരണം, ഞങ്ങളുടെ മേലുള്ള മുഴുവൻ ഉപരോധവും നീക്കണം, ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇനി ഇടപെടാൻ വരരുത് തുടങ്ങി യുദ്ധം തുടങ്ങുന്ന കാലം മുതൽ തന്നെ
ഇറാൻ പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും അവർ ആവർത്തിക്കുകയാണ്. അതേ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി ഒരു തരത്തിലും അമേരിക്കയുടെ ഒരു കളിയും നടക്കില്ല. ഇസ്രായേലിൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. ഇറാനെ തങ്ങളുടെ കാലിനടിയിൽ കൊണ്ടുവയ്ക്കാം എന്നുള്ള സകല സ്വപ്നങ്ങളും ഒരിക്കലും നടക്കില്ല എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ബോധ്യം വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ വിചാരിക്കാതെ ഈ യുദ്ധം ഒന്നുമാകാൻ പോകുന്നില്ല, അതായത് അവസാനിക്കാൻ പോകുന്നില്ല. അതേസമയം ഇറാനെ കൈകാര്യം ചെയ്യാനാണ് അമേരിക്കയും ഇസ്രായേലും ഇനിയും ഇറങ്ങുന്നത് എങ്കിൽ വലിയ യുദ്ധം, അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഒരു വമ്പൻ പ്രത്യാക്രമണങ്ങൾ നടക്കും. അത് പശ്ചിമേഷ്യയുടെ മുഴുവൻ ഭാവിയും തകർക്കുന്ന വിധത്തിലുള്ളതായിരിക്കും എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായി ഇടയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാഹചര്യവും തെളിയുന്നുണ്ട്.